തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് എത്തിയതോടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും മുന്നണിക്കുള്ളിൽ പ്രതിഷേധ സ്വരങ്ങളും ഉയർന്നു കഴിഞ്ഞു. കോൺഗ്രസിനുള്ളിൽ DCC അംഗത്തിന്റെ രാജിക്കും വഴിയൊരുക്കിയിട്ടുണ്ട്. കട്ടപ്പന സീറ്റ് നിർണയത്തിന്റെ പേരിൽ ഗ്രൂപ്പ് പോരും ആരംഭിച്ചു. രാജകുമാരിയിൽ ഇടതുപക്ഷത്തിനുള്ളിൽ CPI-CPIM പോരാട്ടവും ആരംഭിച്ചു. വിവാദങ്ങളില്ലാതെ വിഷയങ്ങൾ പരിഹരിക്കാൻ ജില്ലാ നേതൃത്വങ്ങൾ പെടാപ്പാട് വിടുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലും സീറ്റ് വിഭജനത്തിലും വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഉടലെടുത്തിട്ടുണ്ട്. ഉപ്പുതറയിൽ സീറ്റ് നിഷേധിച്ചതിൽ DCC അംഗം VK കുഞ്ഞുമോൻ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിരുന്നു. ഇതോടൊപ്പം കട്ടപ്പനയിൽ കോൺഗ്രസിനുള്ളിൽ വിഭാഗീയതയും രൂപം കൊണ്ടു. ഐ ഗ്രൂപ്പ് ഏകപക്ഷീയമായി സീറ്റ് നിർണയം നടത്തിയെന്നാണ് ആരോപണം. വാർഡ് കമ്മിറ്റികൾ കൂടി സ്ഥാനാർത്ഥി നിർണയം നടത്തണമെന്ന KPCC നിർദ്ദേശം അട്ടിമറിച്ചെന്ന് ആരോപിച്ച DCC അംഗം PS രാജൻ രംഗത്തെത്തി. കോർ കമ്മിറ്റികളിലും പ്രാദേശിക തലത്തിൽ ഉപസമിതികളിലും കൂടി വേണം സീറ്റ് സ്ഥാനാർത്ഥികളുടെ ധാരണയുണ്ടാക്കാൻ എന്നാണ് പാർട്ടിയുടെ നയം. അതിനൊക്കെ വിരുദ്ധമായിട്ട് AI ഗ്രൂപ്പ് കൂടി തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ AI ഗ്രൂപ്പിന് വലിയ പ്രസക്തിയൊന്നുമില്ല. അതിനൊക്കെ ഉപരിയായിട്ടാണ് പാർട്ടി നിലകൊള്ളുന്നത്. അപ്പോൾ പ്രാദേശിക തലത്തിൽ വാർഡ് കമ്മിറ്റികളുടെ അഭിപ്രായം അനുസരിച്ച് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ജനപിന്തുണയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കണം എന്നാണ് പാർട്ടിയുടെ നയം. അതിന് വിരുദ്ധമായിട്ടാണ് ചില മേഖലകളിൽ നിന്നും ഈ വാർത്തകൾ വരുന്നത്. അതേസമയം കട്ടപ്പന നഗരസഭയിലെ സീറ്റ് നിർണയത്തിൽ നിലവിൽ ഒരു തർക്കവുമില്ലെന്നും 12-ാം തീയതി കോർ കമ്മിറ്റികൾ കൂടി സ്ഥാനാർത്ഥി നിർണയം ചർച്ച ചെയ്യുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് മൈക്കിൾ പ്രതികരിച്ചു. കട്ടപ്പന നഗരസഭയിലെ കോൺഗ്രസ് പാർട്ടിയുടെ സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള യാതൊരുവിധ ചർച്ചകളും നാളിതുവരെ വന്നിട്ടില്ല. പത്രങ്ങളിൽ തെറ്റായ ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അതിന് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല എന്നറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. KPCCയുടെ നിർദ്ദേശപ്രകാരം ഓരോ മണ്ഡലത്തിലും കോർ കമ്മിറ്റി രൂപീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള കട്ടപ്പനയിലെ കോർ കമ്മിറ്റി രൂപീകരണം കഴിഞ്ഞിട്ടുള്ളൂ. ആയത് 12-ാം തീയതി യോഗം ചേരാനായിട്ട് ഇന്നലെ തൊടുപുഴയിൽ നടന്ന ജില്ലാ UDF നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് സീറ്റ് വിഭജന ചർച്ചകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർട്ടിയുടെ ആലോചന 12-ാം തീയതി നടക്കുന്ന കോർ കമ്മിറ്റി യോഗത്തിലായിരിക്കും ആരംഭിക്കുന്നത്. അതേസമയം ഇത്തവണ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇടതുപക്ഷത്തും ഇടഞ്ഞ സ്വരമുയരുന്നുണ്ട്. രാജകുമാരിയിൽ CPIക്ക് സീറ്റ് നിഷേധിച്ചതിൽ ഇടതുമുന്നണിക്കുള്ളിൽ പടലപ്പിടക്കവും ഉടലെടുത്തു. ഇടുക്കിയിൽ ഇടതുപക്ഷം ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമ്പോൾ രാജകുമാരിയിലെ 13-ാം വാർഡിൽ CPIക്ക് വേണമെന്ന വാദം തള്ളി CPIM അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് CPI ഉയർത്തുന്നത്. സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ ഇതേ വാർഡിൽ CPIM സ്ഥാനാർത്ഥിയെ നിർത്തുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. വിഷയം രമ്യതയിൽ പരിഹരിക്കുവാൻ ഇടതു നേതൃത്വവും ഇടപെടൽ നടത്തുന്നു. സിറ്റി വിഷൻ, ഉപ്പുതറ, രാജാക്കാട്.